ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പാൽ വേൾഡിൻ്റെ ഇടയ്ക്ക് ഫാർ ക്രൈ എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ രണ്ടും കൂട്ട് ഒരുമിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എപ്പിസോഡ്സ്. അപ്പോൾ ഫാർ ക്രൈ എന്ന് അറിയാണ്ട് വന്നു പോകും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ പാൽ വേൾഡ്. അപ്പോൾ നമ്മുടെ 43ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഇനി 3 ബോസാണ് ബാക്കിയുള്ളത്. അതിലൊരു ബോസിനെയാണ് നമ്മളൊന്ന് പിടിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെ പിടിച്ചായിരുന്നു, നോക്ലെമിനെ. പക്ഷെ നോക്ലെമിനെ നമ്മൾ ഫൈറ്റിന് കൊണ്ടുവന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ പോകുന്നത് നമ്മൾ ജെഡ് ഡ്രാഗൻ്റെ അടുത്തോട്ടാണ്. ജെഡ് ഡ്രാഗൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഐസ് പാൽസിനെയാണ് വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഐസ് പാൽസിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൊണ്ടാണ് ഫൈറ്റിന് പോകുന്നത്. അതാണ് ആനൊക്കെ എല്ലാ ഐസ് പാൽസിനെയും പറക്കിയെടുത്ത്. അപ്പോൾ എന്തായാലും ജെഡ് ഡ്രാഗൺ ഇതുവരെ കണ്ട പോലെയല്ല. ഒരു 3 ഒരു 3ാമനാണ്. കുറച്ച് ഹെൽത്തൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ അടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റും എന്തായാലും. ഒന്നുമില്ല കൂട്ടാൻ. ജെഡ് ഡ്രാഗൻ്റെ അടുത്തൊന്നുമില്ല, ഇതന്നെയുള്ളൂ. രണ്ടും ഒരേപോലെ. എടാ പൊള്ളി പൊള്ളേ. ഓ, ഞാൻ ടീഷർട്ട് ഇട്ടണില്ല. ഇരിക്കുന്നു. അവിടെ നീ എടുക്കായിരുന്നു. അടുത്ത് വേറെ ഉണ്ടാ? ചെറുതാണ്. ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ ഹ്യൂജ് അല്ല ലാർജ്. ഇതതിന് എഗ്ഗിന്റെ ഏരിയ തന്നെ അല്ലേ? മഞ്ഞക്കാണ് മൊത്തം അവിടെ. യെല്ലോ എക്സ് ഓൺലി. അവളപ്പോൾ വലിയ ആളാണ് കേട്ടോ. കുറച്ച് ടൈം എടുക്കുന്നതാണ്. കാരണം പിന്നെ നമ്മൾ റോക്കറ്റ് ലോഞ്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈം എടുക്കുന്നുണ്ട്. റോക്കറ്റ് ലോഞ്ചർ 2 പൊട്ടിയിൽ പൊട്ടിച്ച ആള് തീരും. നമ്മൾ ഇവരെ കടിക്കാണ്ടില്ല. അവലപ്പോൾ അവനാണ് കുറച്ച് കഷ്ടപ്പെട്ടത്. റെഡ് റൈഫിലൊന്നും കാര്യമില്ല നമുക്ക്. കൊറേ ഉണ്ട് കേട്ടാ. ലാർജ് കിട്ടി. ലാർജ് മതി, ഉണ്ടായി കുഴപ്പമില്ല. ചെറുത് വേണ്ട. അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വയ്യ. ലാർജും കുഴപ്പമില്ല, ഹ്യൂജും കുഴപ്പമില്ല. അയ്യോ, നമ്മൾ ജെഡ് ഡ്രാഗന്റെ അടുത്തോട്ട് പോണ്ടേ. വാ, നീ എത്തിയാ? അല്ല, ഞാൻ എഗ് വറക്കിട്ടേ കുറച്ച് ബാക്കിലായി. കണ്ട ആളെ കണ്ട? കണ്ട്. 13,000 അതെ ലൈറ്റും കത്തിച്ച് വരുന്നു. പക്ഷെ ഇതിന് നമുക്ക് രക്ഷപ്പെടാൻ സമയത്ത് അത് റീഹീറ്റ് ഹെൽത്ത് ആവുക. ഓ അയ്യോ, ഞാൻ അടുത്ത് തുടങ്ങിയ സ്ഥിതി ഇതൊന്നും നോക്കാല്ല. അടിച്ചോ. അതാരടിക്കുന്നത്? നീയാണ് അടിക്കുന്നത്. അത് ലോക്കലാണ് പോയിട്ടാ. പിന്നെ ഫസ്റ്റത്തെ വെയിറ്റാ. ഓ, നീ അടിച്ചു കുറച്ചാണത്. എന്റെ പൊന്ന് ജെട്രാഗനെ പണി. അതാ 12,600 എടുത്ത്. യോടോ, ഐസാക്കി കേട്ടാ. ഇതാ ഞാൻ ഈ പറഞ്ഞ ചെക്കനാ. ഓ, അതാ പോയി. തട്ടിട്ടു. ആനെന്ത് അതേപോലെ കൊല്ലവനെ ഒന്നും ഇച്ചിരട കൊടുക്കുന്നുണ്ടായിരുന്നു. ഹൈലി എഫക്റ്റീവ്. പക്ഷെ ഒന്നാണ് ഹെൽത്ത്. ഓക്കെ,
ഒന്ന് വെച്ച് കൊറേ പോകണ്ടാ. അതാവല്ലേ ഐസാക്കിയാണ് ഹൈലി എഫക്റ്റീവ് ആണ്. നമ്മളെ ജോർമോണ്ടായിട്ട് എന്ത് ചെയ്യുന്നത്? പക്ഷെ എന്റെ ഹെൽത്ത് നന്നായി കുറയില്ല. അടിക്കണില്ലല്ല. ഇവനെന്താ അഗ്രസീവ് ഇല്ലാത്ത? അയ്യോ കൊല്ലടാ. വാ കത്തി 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 കത്തി. അയ്യോ ആടാ ലാവ ലാവലോട്ട് പ്രപ്പിച്ചവൻ. എന്റെ പൊന്നെ കത്തുന്നു. ഞാൻ തിരിച്ചെടുത്ത അവൻ വന്നിട്ട് പോയി. നിന്റെ ആളാ റിലാക്സറേഷൻ കാരണം അതൊക്കെ പണ്ട്. അയ്യോ ഇത് കൊണ്ടതാ കൊടുത്തതാ? അടിക്കാത്ത അവൻ കൊണ്ടതാ. മനുഷ്യന്റെ കൊടുക്കാത്തതെന്ന് നോക്കണം. കൊടുക്കുന്നില്ല. പിന്നെ നടക്കുന്ന ഓ ആ ഐസാവുമ്പോ ഹെഡ് ഷോട്ട് നിർത്താൻ അടിച്ചാൽ മതി ചേട്ടാ. നിന്റെ ഇങ്ങനെ തന്നെയാണോ? എങ്ങനെ അവൻ മരത്തിനിടെ കുടുങ്ങി ചേട്ടാ? അതല്ല ഞാൻ സത്യ കേറി വാ. അയ്യോ ഓട് വേണം. 6G കറാൻ അവൻ മരത്തിനിടെ കുടുങ്ങി ചേട്ടാ. അത് പെട്ടെടുക്കപ്പോ അയ്യോ അയ്യോ ഇറങ്ങി. ഞാൻ പെട്ടെന്ന് ഓടാൻ നോക്കി. ആ വന്ന് അടിച്ചോ അടിച്ചോ. ഗണ്ണെടുക്കണ ഗണ്ണെടുത്താൽ ഒരു റോക്കറ്റ് ലോഞ്ചറിട്ട് പൊട്ടിച്ചാലോ അവനെ? ഉദ്ഘാടനം കഴിച്ചാലോ? എവിടെ എന്തോ കാര്യമായിട്ടുള്ള സ്ഥലമാണല്ലോ. ആ കടന്നു കടന്നു ഒന്നിരടാ ചേർന്നു. തൻ്റെ അടുത്തുനിന്ന് ഞാൻ തണുത്തോളുക. വലിയ ഡാമേജും ഇല്ല. 470 ഈ ആരായിനെ അടിച്ചു തെറിപ്പിക്കണമെന്ന് മനസ്സിലായില്ല. ഞാൻ ഓ നീ റോക്കറ്റ് ലോഞ്ചർ വെച്ച് അടിക്കുന്നുണ്ടല്ലേ? എടാ അതെ ഞാൻ പരിധിക്ക് പുറത്തു പോയി ചേട്ടാ. കത്തില്ല പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ ജോർമുണ്ടായിരുന്നിട്ടെ ഞാൻ എത്തട്ടെ. ഇല്ലേ അത്രക്ക് ദൂരെയൊക്കെ പോയത്. ഞാൻ പറഞ്ഞെന്താ ഹൈലി എഫക്റ്റീവാ? അല്ലല്ല അത് മാത്രം പോസ്റ്റ്. അത് തോക്കെടുക്കേണ്ടി വരും കേട്ടാ. ഇവിടെ എന്ത് പൊക്കട പോകുന്നത്? എന്റെ പൊന്നു അല്ലടാ. ബുള്ളറ്റ്
2300 റീച്ച്. ഹെഡ് മാത്രം അടിക്കാൻ പറ്റുമോ? തിരിച്ചെടുത്തോ. വേണ്ട ബുള്ളറ്റ് കഴിയണ്ടേ? അമ്മരോട് കൊടുക്കത്ര അമ്മരോട് കൊടുക്കട്ടെ. ചാവണ്ട. എന്റെ ഇവനെന്താ എന്നെ മാത്രം അടിക്കുന്നു? തിരിച്ചെടുത്തോ. ഞാൻ കുറെ നേരം എടുത്തിട്ട് ഒരടി കൂടെ എടാ ഞാൻ അടിക്കണ. കേട്ടാനെ പിടിച്ചോ. മിസ്സിനോടെ ഇത് ഏറ്റവും ഇല്ലല്ലോ അവനക്ക് കേരളത്തില് 10 കണ്ടിട്ടേക്കണ കേട്ടോ. അത് കേറില്ല കേറില്ല. ഞാൻ അടിച്ച് കറക്കിയല്ല അന്നത്തെ കയറ്റിയല്ലേ. അൾട്ടിമേറ്റ് 9 പോയി. എടാ കിട്ടില്ലടാ. അപ്പൊ എന്താ എത്ര പിടിക്കാന്നില്ല. എടാ പോടാ. നീ പോയിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് പോരാ. ഞാൻ വെയിറ്റ് ചെയ്യാം. അതുണ്ടാക്കാൻ ടൈം എടുക്കും. പക്ഷെ ഉണ്ടാക്കിയാലും പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഡൗട്ട് ആയല്ലോ ഇപ്പൊ. അതാ അൾട്ടിമേറ്റ് പറഞ്ഞിട്ട് അവന് കിട്ടില്ലെന്ന് പറയുമ്പോഴോ അല്ല പകുതി വരെ കയറിയുന്ന. പക്ഷേ എന്റെ സകല സാധനം തീർന്നു കേട്ടാ. നീ എന്തെങ്കിലുമൊക്കെ പോയിട്ട് ഉണ്ടാക്കിട്ട് പോവാ. ഞാൻ അവിടെ ഓടി ഞാനവിടെ വിടുന്നു. അതെന്ത് റൈറ്റ് അടക്ക് അതിന്റെ ഉള്ളിൽ ഉണ്ടാവൂല സ്പീർ. എവിടെ വീണുള്ളത് അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അത് പോയി നോക്കിട്ട് വരാ. എവിടാ അത്? സ്പീറുണ്ടാ? ഗണ്ണ് മാറ്റിട്ട് നീ കൈയിട്ട് വേറെ അടിച്ചോട്ടാ. അതോ നല്ല അയ്യോ ഹെൽത്ത് കൂട്ടാൻ പോയാ എടാ ഇതിലും കിട്ടൂലടാ. ചെറുനേരം കിട്ടൂല അല്ലേ? പട്ടിയല്ല ഉണ്ടെന്ന്. എടാ ഇവൻ കൊല്ലോടാ ഇപ്പൊ. മോതിരം മാറ്റി. അവനെ പ്രൊട്ടക്റ്റണ പോലെ അല്ലത്. എടാ എന്റെ കിളിനെ വെച്ച് അടിക്കാനും പറ്റില്ല. കിളിനെ വെച്ച് അടിച്ചവൻ ചാവുകയാണ്. പിന്നാലെ വന്ന് അടിക്കുക. ചത്തി എന്റെ ആകാശത്തോട്ട് വരത്തില്ലേ? ഇവിടെ എടുത്ത് കയറുന്നില്ല കേട്ടാ. ഞാൻ പോയിട്ട് കുറച്ച് സ്പീർ ഉണ്ടാക്കാറ്റ് നോക്കട്ടെ. നോക്കിക്കോ. അപ്പൊ ഞാനേ പോയിട്ട് കുറച്ച് സ്പീർ ഉണ്ടാക്കിട്ട് വരാം. ഇത് ഇവൻ പണ്ടിറക്കാലും വീഴുന്നില്ല. കുറച്ച് സ്പീർ ഉണ്ടാക്കി പിടിച്ചിട്ടുണ്ട് കാര്യം. അടിച്ചടിച്ച് കളിച്ചാലാ ബോധം കെടുത്തിട്ടളേ അവനെ. ആടാ ബോധം കെടുത്തിയാ നിനക്ക് എറിഞ്ഞു പിടിക്കാറ്റ് നോക്കിയേ. ഇല്ലടാ പെഞ്ഞറിയൊന്നും ഇല്ല എന്റെ കയ്യില്. അല്ല എന്റെ മോസാണ്ടോ ഇല്ലടാ. ആണല്ലേ? അയ്യോ അങ്ങനെ ഞാൻ ഒരു 8 സ്ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. 8 കൊണ്ട് ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അർജന്റ് ഡ്യൂട്ടി. അർജന്റ് കാര്യം. ബാക്ക് ടു ജെറ്റ് ഡ്രാഗൺ. ഞാൻ നിങ്ങൾക്ക് ബേസിൽ പോയിട്ട് വെറുതെ പോസ്റ്റ് ആക്കണ്ട വെച്ചിട്ടാ ഞാൻ പാൻ കട്ട് ചെയ്തത്. കിടക്കുന്നുണ്ടല്ലോ. എന്നാ ആദ്യം ഒന്ന് എറിഞ്ഞു നോക്ക്.
എൻ്റെ ഒരു എട്ടെണ്ണം ഉണ്ട്. എട്ടെണ്ണത്തിൽ 3 എറിഞ്ഞു നോക്കിയിട്ട് കിട്ടില്ലെങ്കിൽ മോസാണ്ടിനെ വെച്ചിട്ട് ഒന്നെന്നെ അറിഞ്ഞു നോക്കാം. അപ്പൊ പേഴ്സൻറ്റേജ് എത്താന്ന് വരും. അയ്യോ ആ 11% കാണിക്കുന്നുണ്ട് ക്യാപ്ചറിങ്. പറഞ്ഞു കിട്ടിയാ അതില് കിട്ടും കിട്ടും കിട്ടും. കേറി ഒരെണ്ണം. ലെജൻഡ് ഡിവൈൻ ഡ്രാഗൺ അവന് കുറെ കഴിവുകളുണ്ട് കേട്ടാ. അങ്ങനെ ലെജൻഡറി സെലസ്റ്റിയൽ ഡ്രാഗൺ. ഓ എന്ത് ദൂരെന്നറിയോ സാധനം ഉണ്ടാക്കിയിട്ട് വരാൻ വേണ്ടിട്ട്. അടുത്തൊന്നും ഈ സാധനം ഇല്ലാത്തോണ്ടേ കൊറേ ടൈം എടുത്ത്. ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. സത്യം അതിന്റെ അടിയും കൊണ്ട് എത്ര നേരം പിടിച്ചെടുത്തിയത്. HP ഫോണ് നമ്മള് പോയിട്ട് വന്നിരുന്നു ഇപ്പൊ ഫുള്ള് ഹീലായിരുന്നായിരുന്നു. അത് ഉറപ്പാ. ഞാൻ ഹീലാവാൻ വേണ്ടിട്ട് പാട്ട് പോടുന്നുണ്ട പിന്നാലെ പോയിട്ട് ഒരു കമ്പ്യൂട്ടർ അടിച്ചിട്ട് വരും. അവന് ബോറടിച്ചതുകൊണ്ട് നിന്റെ പിന്നാലെ വന്നിട്ട് അങ്ങനെ നമ്മൾ ജെഡ് ഡ്രാഗനെ പിടിച്ചു. അപ്പൊ ഇനി മുതൽ ജെഡ് ഡ്രാഗന്റെ സാഡിൽ എത്ര ലെവലിൽ നോക്കണം കേട്ടാ. ഈ ജെഡ് ഡ്രാഗന്റെ സാഡിൽ എത്ര ലെവലെന്നറിയോ? നിനക്കല്ലേ കാണിക്കുള്ളൂ, എനിക്ക് കാണിക്കില്ല. ഉണ്ട് ഒന്നെങ്കിൽ 53 ഒക്കെ ആയിട്ട് വരുള്ളൂ. അതിന്റെ താഴേക്കില്ല. പിന്നെ 55-ൽ 1 അതായിരിക്കും ഒന്നും ഉറപ്പില്ല. അവിടെ നിർത്തോക്കട്ടെ. ലോക്കടാ 53-ലോ അതിന്റെ മേലക്കോ ആയിരിക്കും. 55-ലാവില്ല. എടാ ജെഡ് ഡ്രാഗൺസ് മിസൈൽ ലോഞ്ചറാണ്. ശരി അപ്പൊ പിന്നെ താക്കിയിരുന്ന് പോയത്തില്ലേ? ഇല്ലെന്ന്. അയ്യോ അതിന് കുറെ ഐറ്റംസ് വേണം. അപ്പൊ ജെഡ് ഡ്രാഗൺ വെച്ച് പറക്കാൻ പറ്റില്ല എന്നർത്ഥം. നമ്മളാരായി മേക്സ് ജെഡ് ഡ്രാഗൺ ഫയർ മിസൈൽസ് വെൻ റൈഡൻ. പറ്റും. അപ്പോൾ അടിയിൽ കൂടെ അത്ര ഹൈറ്റ് പോവില്ല തോന്നുന്നു കേട്ടാ. ഒരു 5 എൻഷ്യൽ പോയിന്റ് വേണം. ഇതിലില്ല പോയിന്റ്. അതുണ്ടാക്കണം. അപ്പോൾ സാള് കൊള്ളാം. കൂടിയിട്ട് ആള് പോണൊക്കെ റോബോട്ട് ഉണ്ട്. നിന്റെ അടുത്ത് 230 13 വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നും മേടിച്ചിട്ടില്ല. അതാണ് ഞാൻ ഇത് എന്തിനാ വെച്ചിട്ട് പിന്നെ ഒക്കെ വാങ്ങി ഒരു പ്രാവശ്യം. ഇപ്പോഴാണ് വിചാരിക്കുന്നത് എന്തിനായിരുന്നു. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അങ്ങനെ നമ്മൾ ജെഡ് ഡ്രാഗനെ പിടിച്ചിട്ടുണ്ട്. മറ്റേ സാഡിന് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പ് വരും. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.